ആവേശമായി, ഇനി വിടാൻ നോക്കില്ല. അത്യാവശ്യം നല്ല സൈസിന്റെ മീനാണ്. അപ്പൊ എല്ലാവർക്കും ഓൺ പെറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പുതിയ ചൂണ്ടിൽ വാങ്ങിയിട്ടുണ്ടല്ലോ, ആ ചൂണ്ടിൽ വെച്ചിട്ട് മീൻ പിടിക്കാൻ പോകുന്നു. പക്ഷേ ഇതിന് കൊടുക്കാനുള്ള ഏരൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഏരയും കാര്യങ്ങളൊക്കെ വാങ്ങാം. ചെമ്മീനോ കൂന്തളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വെച്ചിട്ട് മീൻ പിടിക്കാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടോ? നമ്മൾ ചെമ്മീനാണ് ഇടാൻ പോകുന്നത്. ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം നടക്കാണ്ട്, ഇത് 1 കിലോമീറ്റർ നടക്കാണ്ട്, 2 കിലോമീറ്റർ നടക്കാണ്ട്. ഇപ്പോൾ ടൈം 8 മണിയായി. കുറച്ച് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ ബിസിയാവും. അപ്പോൾ നമ്മൾ ഒരു 8:15 നമുക്ക് ഏരിയക്ക് എത്തണം. ദുബായൊക്കെ ഉണ്ട്, നല്ല വെയിലല്ലേ. വെയിലൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തിയിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വേണോ വാ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടോ. ചൂണ്ടലൊക്കെ നല്ല നൈറ്റിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂണ്ടൽ കൂടുതൽ ഏരകൾ മാത്രം സെറ്റാക്കിയാൽ മതി. കുറച്ച് കെട്ടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ഏരിയ കേട്ടോ, ഇതിൻ്റെ അടിക്കാനാണ് നമ്മൾ ഈ ഭാഗത്തിൻ്റെ അടിക്കാൻ നമ്മൾ ചൂണ്ടൽ അറിയാൻ പോകുന്നത്. മീൻ കിട്ടുമോയെന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം നമ്മൾ വരുന്നത്. ഫസ്റ്റ് ടൈം ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. ശരിക്ക് നമ്മൾ ഈ ചൂണ്ടലൊക്കെ വാങ്ങുമ്പോൾ ഒരു ഡബിൾ ടൈപ്പ് ചൂണ്ടലാണ്. അതായത് രണ്ട് ഇത് സെപ്പറേറ്റ് വരുന്നത്, പിന്നെ നമ്മൾ ഇതിന് ജോയിൻ ചെയ്യുന്നത് സെപ്പറേറ്റ് വരുന്നത്. അത് അങ്ങനെ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഈ ചൂണ്ടൽ പറഞ്ഞാൽ ഇത് ഒറ്റതാണ്. ഇത് നമുക്ക് കൊണ്ടിറക്കാൻ സുഖമായിരിക്കും, പക്ഷേ ടാസ്ക്കാണ്. കാരണം ഈ ഹോളൊക്കെ കറക്റ്റാക്കിയിട്ടൊക്കെ വേണം ഇതിൻ്റെ ഉള്ളിൽ റൈഡ് അതിൻ്റെ ഉള്ളിലിടാം. ശരിക്കും ഡബിൾ ചൂണ്ടലാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പരിപാടി ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഡബിൾ ചൂണ്ടൽ നടക്കില്ല. കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും, നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എങ്ങോട്ടും കൊണ്ടെടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റേത് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ നമുക്ക് ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്കത് കൊണ്ടിറങ്ങിയ ടാസ്ക്കാണ്. ദുബായ് പറയുമ്പോൾ ടാസ്കിലെ ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മീൻ പിടിക്കണമെന്ന് തന്നെ എല്ലായിടത്തും നമ്മുടെ നാട്ടിലത്തെ പോലെ എവിടെയും പോയിട്ട് ഇടാനൊന്നും പറ്റില്ല. ഇവിടെ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് പെർമിഷനുള്ള ഏരിയയിൽ തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം ഇത് പിടിക്കണമെങ്കിൽ, മീൻ പിടിക്കാൻ. നമുക്കിപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ കിട്ടിയ ഒരു ഏരിയ ഇതാണ്. നമുക്ക് ഇവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്താ അവസ്ഥ അറിയില്ല. ഓക്കെ, ബാക്കി ഇത് കോർത്ത് കഴിഞ്ഞിട്ട് സെറ്റാക്കാൻ ചൂണ്ടിട്ടാ സെറ്റാക്കിയിട്ട് കാണിക്കാം. നമ്മൾ കെട്ടുടങ്ങിയൊക്കെ അതിന് ശേഷം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതാ ഇവിടെ നമ്മളെ ഒരു വെയിറ്റ് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ 2 കുളത്തെടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, കാണുന്നുണ്ടോ കുളത്ത്? ഈ 2 കുളത്ത് ഇവിടെ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ നമ്മളെ ചൂണ്ടലിനെ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു കണക്റ്റർ ഉണ്ട് കേട്ടോ. നമ്മുടെ ചൂണ്ടൽ ഇവിടെ ഓൾറെഡി ഒരു കെട്ടിട്ടുണ്ട്. ഈ കെട്ടിട്ട് ജസ്റ്റ് ഇത് ഇട്ടാൽ മാത്രം സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചൂണ്ടൽ, ഈ ചൂണ്ടലിന് നമ്മൾ ഹോള് കറക്റ്റ് ആക്കണം. ഈ ഹോള് കറക്റ്റാക്കി കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ. ഡബിൾ ചൂണ്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോള് കറക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ഇല്ലാതെ തന്നെ ഹോള് കറക്റ്റായിട്ട് വരും. ഹോള് കറക്റ്റാക്കി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുമ്പോൾ ശരിക്കും പോകില്ല. നമ്മൾ ഡബിൾ ചൂണ്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോള് കറക്റ്റാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹോള് കറക്റ്റായിട്ട് വരുന്നതല്ലേ. ചെമ്മീനാണ്
പ്ലാസ്റ്റിക് ഓൾറെഡി ഇട്ട് പോയതില്ല. എന്നെ മീൻ നടന്നേ. ചെമ്മീണ്ട ഇത് കണ്ടിട്ടാണെങ്കിൽ ഇടാനും തോന്നുന്നില്ല, മീൻ കൊടുക്കാൻ തോന്നുന്നില്ല, പൊരിച്ച് കൊണ്ടേ തിന്നാലാണില്ല. തല കളഞ്ഞിട്ട് തല കളയാം. വാല് ഒഴിവാക്കട്ട, ചെമ്മീൻ്റെ വാല്. ഒന്ന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലും കൂടെ ചെമ്മീൻ കൊടുക്കട്ടെ. ഈ രീതിയിലാണ് നമ്മൾ ചൂണ്ടിക്കുന്നത്. അല്ല നമ്മൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക്, അതായത് വെയിറ്റ് ഇവിടെ കിടക്കും, ഇതാ ഈ ഒരു ലെവലിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ മീനിന് വെള്ളത്തിൻ്റെ അടിയിൽ ടച്ച് ചെയ്യില്ല, ഇങ്ങനെ പോയി കിടക്കും, മീൻ നെറ്റൊക്കെ ചെയ്യും. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യണം. ആദ്യം തന്നെ ഒന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം, ശരിക്കും കാണിച്ചു തരാം. ചേട്ടാ എന്റെ പേരറിയില്ല, മീനിന്റെ പേരൊന്നും അറിയില്ല, പേര് ചോദിക്കരുത്. ദുബായത്തെ ഏതോ ഒരു മീൻ അറിയില്ല. എന്തായാലും നല്ല കിഡിലെ മീനായി, വെന്നീന് ഇഷ്ടമില്ല. ഫസ്റ്റ് ട്രൈ കേട്ടോ, ദുബായത്തെ ഫസ്റ്റ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു വിഷയം കിട്ടി. ഇത് നമുക്ക് ചെറുതാണ്, പക്ഷെ ഇതിനെ വിടാൻ ഞങ്ങൾക്ക് മനസ്സ് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് മീനായതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എടുക്കുകയാണ് കേട്ടോ. മീനെ ശരിക്കും കാണിച്ചത് ഞാൻ ഇതിനൊന്ന് കൊടുക്കുന്നുണ്ട്. കണ്ണിനാ അറിയാം, അവയെ തിരിച്ചു വിട്ടിട്ടും കാര്യമില്ല, ജീവിക്കൂല. ഓക്കെ നമ്മളെ മീൻ ഓക്കെ കണ്ടോ, നല്ല അടിപൊളി ലുക്ക് കേട്ടോ, കാണാൻ ഒരു രക്ഷയില്ല. നമുക്ക് ഇവിടെ നീലൊക്കെ വന്നിട്ട് കിട്ടിയില്ല മീൻ. ഓക്കെ നമുക്ക് ഇനി ഇര കൊടുത്തിട്ട് അടുത്ത മീൻ കൂടി പിടിക്കാം. ഇപ്പൊ ആവേശമായി, ഇനി വിടാൻ നോക്കില്ല. ഓക്കെ ഇതിനെ സേഫ് ആക്കി വെക്കട്ടെ ആദ്യം. അതിനകത്തുണ്ട്, ഇപ്പൊ ഇതിനകത്ത് വെക്കടാ. ഇതിനകത്ത് മറ്റേ വേസ്റ്റ് ഇട്ടാ കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ചൂണ്ടലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിനി, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല അല്ലേ. ചെറുതാണെങ്കിൽ നമ്മൾ വിട്ടിട്ടില്ല അവനെ, നമ്മൾ റിസീവ് ചെയ്തിട്ടാ. കാരണം നമുക്ക് വിടാൻ തോന്നില്ല, നമ്മളെ ഫസ്റ്റ് ആയതുകൊണ്ട്. ചെറുതോ വലുതൊന്നുമല്ല, മീനാണ് നമ്മളെ ലക്ഷ്യം. വെച്ചിട്ട് പോടാം, നമുക്ക് ഹൈറ്റിൽ വരുന്ന ഒക്കത്തില്ല.
നമുക്കിപ്പം കിട്ടിയ മീനാട്ടാ. ഇതാണ് മീൻ. പേരെന്താണെന്ന് അറിയില്ല മീനിൻ്റെ. പേരറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ മീനിൻ്റെ പേരെന്താ വെച്ചാൽ കറക്റ്റ് കാണിച്ചത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ചെറിയ മീനാണ്, പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ചൂണ്ടിട്ട് ഫസ്റ്റ് കിട്ടിയ മീനാണ്. ഗുഡ് വൺ. അങ്ങനെ ഒരു അടിപൊളി മീനെ പിടിച്ചിട്ടാ. വലിയ വിഷയം ലക്കാട്ടാ. പേരൊന്നുമില്ല, പേരൊന്നും അറിയില്ല. മീൻ്റെ പേരൊന്നും അറിയില്ല സത്യം പറഞ്ഞാ. പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കട്ടാ. കിഡിലെ മീൻ പറഞ്ഞാൽ കിഡിലെ മീൻ. അതിൻ്റെ ഉക്കപ്പം എങ്ങനെ രക്ഷയില്ലാത്ത ഉക്കപ്പം. അത് എങ്ങനെ ഊടുന്നൊരു ഐഡിയ ഇല്ല. കാരണം നമ്മളെ കയ്യിൽ അതിനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. കിട്ടില്ല മീൻ ഇതൊക്കെ. പിന്നെ ഞാൻ കുക്കിന്ന് കയറിയിട്ട് കാണിച്ചതാണ്. സാധനം ഏതാണ്ട് നമ്മളൊരു കൈപ്പത്തിൻ്റെ ആ ലെവലുണ്ട്. അതിന്റെ മോളുണ്ട്. ഇതാണ് മോനെ ഫിഷ്. കിട്ടില്ല പറഞ്ഞാൽ കിട്ടില്ല മീൻ. എന്തായാലും നമ്മളെ ഫസ്റ്റ് നമ്മളെ ചൂണ്ടയിൽ ഇപ്പോൾ രണ്ടാമത്തെ മീനാണിത്. അത്യാവശ്യം നല്ല സൈസിൻ്റെ മീനാണ് അല്ലേ? കിട്ടില്ല മീൻ. ഒരു രക്ഷയില്ലാന്ന് ഒരു രക്ഷ നിർത്തണില്ല, അതിന് പിന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മീനിനെ കാശ് ചെയ്തോ. അടുത്ത മീൻ കാശ് ചെയ്തോ. ഇവിടെ കിട്ടിട്ടാ പൊളി സാധനം. ഇത് ഗ്രൂപ്പറാന്ന് തോന്നണം. ഗ്രൂപ്പറിൻ്റെ ഒക്കെ ചെറിയൊരു മീനിൻ്റെ പോലെ. എന്തൊക്കെയോ അതിൻ്റെ പല്ലൊക്കെ ഇടുക്കത്തെ പല്ലാട്ടാ. ഓക്കെ, കിട്ടില്ല മീൻ. ഇന്നത്തെ കാസ്റ്റിംഗ് നമ്മൾ നിർത്തിയോ? ഉച്ചക്കഴിച്ചിട്ട് കൂട്ടിയിട്ട് ഇന്നത്തെ കാസ്റ്റിംഗ് നിർത്തി നമുക്ക് കിട്ടിയ മീനിനെ കാണിച്ചില്ല. മീൻ കിട്ടിയ ആവേശത്തിൽ നമ്മൾ വീഡിയോ എടുക്കാണ്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒറ്റ മീനാണ് കിട്ടിയത്. ഇത്ര ഇതാ ഇത് അത്യാവശ്യം പിന്നെ കിട്ടിയൊക്കെ നമുക്കൊരു ചെറിയ എന്നാലും അത്യാവശ്യം ഉണ്ട്. നമുക്ക് വറുക്കാനൊക്കെ പറ്റിയ പൊരിക്കാനൊക്കെ പറ്റിയ കുറച്ച് മീൻ പിടിക്കണം. മീൻ ഇട്ടാ ശേഷം കുഴപ്പമില്ല, സൈസുള്ള മീനുകളാണ്. ഈ മീൻ നമുക്കിന്ന് കിട്ടിയിടാം. ഇതാണ് നമ്മളെ ഇന്നത്തെ കിങ് എന്ന് പറയാനുള്ള മീൻ. അയ്യോ സാധനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് നിർത്തി. ഇനി നമ്മൾ